ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2016 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ചിത്രമാണ് തളപതി വിജയ് നായകനായി വി ക്രിയേഷൻസ് ബാനറിൽ കലൈപ്പുള്ളി എസ്താനു നിർമ്മാണം ചെയ്ത അറ്റ്ലി സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്, ഡയറക്ഷൻ ചെയ്ത പടമാണ് തെറി. അപ്പോൾ തെറി റിലീസ് ജനുവരി 23 കോളിവുഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് ആണോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഡൗട്ട് എനിക്കുണ്ട്, കാരണം കേരളത്തിൽ ഇനി റിലീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് ഒരു ക്ലാഷ് തന്നെയാണ് വരാൻ പോകുന്നത്. ജനുവരി 23 അതേ ദിവസം മങ്കാത്ത റിലീസും ഉണ്ട്. അപ്പോൾ അതും വേൾഡ് വൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്, കേരളത്തിൽ റിലീസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ തളപതി വിജയ് ഫാൻസിന് ജനനായകൻ ഇറങ്ങാത്ത ഒരു നിരാശയിൽ ഈ ഒരു പടം ഈ ഒരു സമയത്ത് തിയേറ്ററിൽ ഇറങ്ങുന്നു. അത് അവർക്കൊരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. എന്നിരുന്നാലും ഫുൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജനനായകൻ വരണം. എന്നിരുന്നാലും അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സന്തോഷം അതിന് തെറി ഒരു കാരണമാകും. അപ്പൊ തെറിയുടെ റിലീസ് ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. റീക്രിയേഷൻ. Is there any problem? അപ്പോൾ ഈ സിനിമയിൽ സമന്ത, എമി ജാക്സൺ, ബേബി നൈനിക എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അപ്പോൾ ഈ മീന, ആക്ട്രസ് മീനയുടെ മകളാണ് ബേബി നൈനിക. അപ്പോൾ പുള്ളിക്കാരി കൊച്ചുകുട്ടിയും തളപതി വിജയായിട്ടുള്ള ആ ക്യൂട്ട് പെയറൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് ഒരുപാട്. തളപതിയും ചിൽഡ്രൻ തമ്മിലുള്ള കോംബോ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ സംഭവമാണ്. അപ്പോൾ ഇതും തെറിയും വേറെ ലെവൽ സംഭവം ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ലൊരു ക്ലാഷ് തന്നെയായിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. വില്ലൻ ഈ ഫൈറ്റ് തെറി ടൈമിൽ ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ആ ഒരു ഓളം സത്യം പറഞ്ഞ ഒരു വേറെ ലെവലായിരുന്നു. കാരണം അറ്റ്ലി രണ്ടാമത്തെ ചിത്രമാണ്, GVPയുടെ 50ാമത്തെ ചിത്രം കൂടെയാണ് തെറി. തളപതി വിജയ് ഒരു വേറിട്ട് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു 3 പേരെ വെച്ച് അറ്റ്ലി ഇറക്കി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇനി 3 പേരാണോ സിനിമയിൽ എന്നുള്ളൊരു സംശയങ്ങളും സംസാരങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല വെയിറ്റ് ചെയ്ത് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ചു. കാരണം അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ എൻ്റെ നാട്ടിൽ ഇവിടെ ജീലാനിയിലൊക്കെ ഞാനും പൂച്ച ബാദിഷ എന്നൊക്കെ പറയും. അപ്പം നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഈ ട്രെയിലറൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് തളപതി വിജയ് മൊട്ട ആ ടൈപ്പ് ആ ഒരു അതായത് ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു ടൈപ്പിൽ ആ മുട്ടയൊക്കെ അടിച്ച് ബസ് പോലത്തെ അതിൽ തളപതി വിജയൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഭയങ്കര ഹൈപ്പിൽ വന്ന പടമായിരുന്നു തെറി. തെറി ബേബി 10 years of തെറി. Releasing value 23 കണ്ടടിച്ചിട്ടില്ല. തളപതി വിജയ് തെറി റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ അറ്റ്ലി. അപ്പോൾ ഇത് GV പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. GV പ്രകാശിന്റെ 50ാമത്തെ ചിത്രം കൂടെയായിരുന്നു തെറി. അപ്പോൾ ഇതിലെ മ്യൂസിക് വേറെ ലെവൽ സംഭവമായിരുന്നു. ഒരു മലയാള ടച്ച് വരുന്ന പിന്നെ ആ മ്യൂസിക്കിൻ്റെ ആ ഒരു എലവേഷൻസും വരുന്ന എല്ലാം, ട്രാൻസ്ഫോർമേഷൻ സീന്, ഇന്റർവെൽ ബ്ലോക്ക്, ക്ലൈമാക്സ്, എല്ലാ BGMഉം വേറെ ലെവൽ BGM ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ സ്കോർ, ആ ഒരു ഒറിജിനൽ ഓഡിയോ ആൽബം പറയുന്നത് തന്നെ GVയുടെ 50ാമത്തെ സിനിമയെന്ന് തെളിയിക്കുന്നതായിരുന്നു. ആ ഒരു വേറെ ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നു തളപതി വിജയമായിട്ട് GVക്ക് ആദ്യ പടമാണെന്ന് തോന്നുന്നു ആ സിനിമ. അതിന് മുമ്പുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. തളപതി വിജയമായിട്ട് GV പ്രകാശിന് വരുന്നത് എനിക്ക് തോന്നുന്നു അതാണ് ആദ്യ സിനിമ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൽ വന്നപ്പോൾ കിട്ടിലം പടമാണ് കിട്ടിയത്. കാരണം വേറെ ലെവൽ സംഭവം ഇല്ല. എനിക്ക് തളപതി വിജയമായിട്ട് എനിക്ക് തെറിയല്ല, തലൈവയാണ് എനിക്ക് തോന്നുന്നത് ആദ്യ പടം വന്നിട്ടുള്ളത്.
യെസ്, തലേവയാണല്ലേ, തലേവയാണ്. അതെ, തലേവയാണ് ജി വി പ്രകാശ് തലേവയിൽ വിജയ്ക്ക് ചെയ്തു കൊടുത്തത് വേറെ ലെവൽ ആൽബം തന്നെയായിരുന്നു. മ്യൂസിക്കും അത് തന്നെയായിരുന്നു. തലപതി ഇൻറും നീതാൻ ആ പാട്ടൊക്കെ ഇപ്പോഴും ഗൂസ് ബംസ് ആണ്. ഇപ്പൊ കറക്റ്റായിട്ട് അത് ആപ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അതും പടത്തിൽ അങ്ങനെ കുറെ ബീജിയമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെണ്ടടി പരിപാടി, വേറെ ലെവൽ മ്യൂസിക്കും ബീജിയമും പാട്ടുകളും സൂപ്പറായിരുന്നു. ചെല്ലക്കുട്ടി, പിന്നെ ഈന ടീക്ക, തായ്മ എന്നൊരു ചെറിയൊരു ഹമ്മിങ് മെലഡിയസ് സോങ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ണാലേ അതുപോലത്തെ ഇത്. പിന്നെ ലാസ്റ്റ് പിന്നെ എമി ജാക്സനുമായിട്ടൊരു പാട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു ഡാൻസ് വൈബുള്ള പാട്ടുകളും കുട്ടിക്ക് വേണ്ടിയുള്ള പാട്ടും ഒരു നല്ലൊരു ആൽബം തന്നെയായിരുന്നു ജി വി 50ാമത്തെ സിനിമയിൽ തളപതി വിജയ്ക്ക് തെറിയിലൂടെ കൊടുത്തത്. പിന്നെ വരുമ്പോൾ അഡ്ലിയുടെ ആദ്യ ഡയറക്ഷൻ ആയിരുന്നു തളപതി വിജയ്ക്ക് വേണ്ടി. ആദ്യ രാജാറാണി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും GVP ആയിരുന്നു. അപ്പോൾ അഡ്ലിക്ക് തളപതി വിജയിലേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷേനേക്കാളും തളപതി ഒരു നല്ലൊരു ആക്ടിങ് സ്പേസിൽ കാണിച്ചു, ഒരു നല്ലൊരു ഗ്രാഫിലേക്ക് കാണിച്ചു. നല്ലൊരു സിനിമ തന്നെയാണ് തന്നത്. അത് ഒരു പോലീസ് കഥാപാത്രം, ഒരു മാസ്, ഒരു ഡാൻസ്, മൊത്തം തളപതി വിജയെ ഒരു വേറിട്ട ഒരു ലെവലിലേക്ക് തളപതി വിജയെ അഡ്ലി പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് തെറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതായത് ഇത്തരം സമയങ്ങളില്ലാത്തൊരു ഗ്രാഫോ അല്ലെങ്കിൽ ഇത്തരം സമയത്തില്ലാത്തൊരു അത്രയ്ക്ക് ഒരു നല്ലൊരു മാസ് സീൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഫാൻ ബോയ് എങ്ങനെ ചെയ്തു അതുപോലെ അഡ്ലി നല്ല രീതിക്ക് പണി വെച്ച സിനിമയോടാണ് തെറി. ആൻഡ് തളപതി വിജയ് ഇതിൽ അഴിഞ്ഞാടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴേക്കും 3 പേരായിരിക്കോ എന്ന് പറഞ്ഞ് അവസാനം തളപതി ഇതിൽ ജോസഫ് കുരുവിളയൊക്കെ ഇപ്പോൾ ആ ഫാൻസ് എന്നൊക്കെ പറയുന്നത്, അയ്യോ സാറ് ഞാൻ ഒരു സാധാരണ, അങ്ങനെ ആ മലയാള ഡയലോഗുകൾ അടിക്കുന്നതും പിന്നെ ആ ഇന്റർവെല്ലിൽ ആ ഫൈറ്റും ഇന്റർമിഷൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നതും ചുമ്മാ ഇങ്ങനെ വേറെ ലെവൽ സാധനങ്ങളായിരുന്നു അഡ്ലി തെറിയിൽ ഒരുക്കി വെച്ചത് തളപതിയുമായിട്ട്. പിന്നെ ആ സമയങ്ങളിലെ ബീജിയമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇതിൽ സമന്തയ്ക്ക് കുറച്ച് നല്ല റോൾസ് ഒക്കെ ഉണ്ട്. സമന്തയ്ക്ക് കുറച്ച് ആക്ട് ചെയ്യാനുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എമി ജാക്സൺ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൊച്ചുകുട്ടി ബേബി നൈനികയെ പറയണ്ട, തളപതിയും നൈനികയുള്ളൊരു ക്യൂട്ട് കോംബോ, അച്ഛൻ മകൻ കോംബോ വേറെ ലെവലായിരുന്നു. കാരണം തളപതിക്ക് കുട്ടികളുമായിട്ടുള്ള ഒരു കോംബോ വരുമ്പോൾ അത് വേറെ ലെവൽ സാധനമായിരിക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ ജാനുവരി 23-നാണ് തെറി റിലീസ് ചെയ്യുന്നത്. 10 years ഓഫ് തെറിയാണ്. അപ്പം 14 ഏപ്രിൽ 2016 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സഫീറിൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു. എനിക്കൊരു മണക്കാട് വലിയ പള്ളിയുടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ എന്തോ വെച്ചായിരുന്നു കല്യാണം. ബട്ട് അന്ന് ഞാൻ പോയിട്ടില്ല കല്യാണത്തിന്. ഞാൻ സിനിമയും കണ്ടു വന്നപ്പോൾ എന്തോ ലേറ്റ് ആയി, അതോ ഞാൻ എന്തോ ഒരു ഇഷ്യമായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ആദ്യം 1-2 ദിവസം ദേഷ്യത്തിലൊക്കെ പിണങ്ങിയിരുന്നു. പിന്നെ അവൻ വന്ന് കൂട്ടുകാരനല്ലേ അവൻ വന്ന്. പിന്നെ അവൻ്റെ രണ്ടാമത്തെ താത്തയുടെ കല്യാണമായിരുന്നു അറഫ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അത് ഞാൻ പോയിരുന്നില്ല, അവൻ ഇടിച്ച് കലക്കും. അങ്ങനെ തെറി ജാനുവരി 23-ന് റിലീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ റിലീസ്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് റിലീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കും. അപ്പോൾ നിങ്ങളും പോകുന്നുണ്ടോ എന്നും ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോ. അപ്പോൾ ബൈ ഗൈസ്.